നീറ്റ് MDS 2025 എക്സാം കഴിഞ്ഞു. കറൻ്റ്ലി കൗൺസിലിങ്ങിൻ്റെ സമയമാണ്. ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് കൗൺസിലിങ്ങിൻ്റെ ഡേറ്റ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ കൗൺസിലിംഗ് സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയതാണ് ഈ ഒരു വീഡിയോ. നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൾ ഇന്ത്യ കൗൺസിലിംഗ് നടക്കുന്നത് നമ്മുടെ MCC എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ്. അതിൽ 50% സീറ്റ്സുകളാണ് ടോട്ടൽ ഓൾ ഇന്ത്യ ലെവലിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫില്ല് ചെയ്യുന്നു എന്നുള്ളതാണ്. ബാക്കി 50% സീറ്റുകൾ സ്റ്റേറ്റ് ഡെൻ്റൽ കോളേജ് വഴിയാണ് ഫില്ല് ചെയ്യുന്നുണ്ടാവുക. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന അലോട്ട്മെൻറ്റിലാണ് ഫില്ല് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് AFMCയുടെ സീറ്റുകളും അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളായിട്ടുള്ള BHU, അതുപോലെ തന്നെ AMU, അതുപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി, 3 കോളേജുകളിലെ സീറ്റ്സും ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴിയാണ് ഫില്ല് ആവുന്നത്. ഓൾസോ 50% സീറ്റ്സുകൾ നമ്മുടെ ഡീംഡിൽ വരുന്ന 50% സീറ്റ്സുകളും ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴിയാണ് ഫില്ലാവുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രത്യേകത ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ബേസ്ഡ് ഓൺ നീറ്റ് സ്കോർ ആണ് നമ്മുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നതാണ്. റൗണ്ട് ഓഫ് കൗൺസിലിങ്ങിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് 3 റൗണ്ട് കൗൺസിലിങ്ങിലുണ്ട്. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 അഥവാ മോപ്പപ്പ് റൗണ്ട് എന്ന പേരിൽ. 4ാമത്തെ റൗണ്ടാണ് സ്റ്റേ വേക്കൻസി റൗണ്ട് എന്നുള്ളത്. സ്റ്റേ വേക്കൻസി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 3 റൗണ്ട് ഫില്ലാവാത്ത സീറ്റ്സുകളാണ് സ്റ്റേ വേക്കൻസിയിലോട്ട് കടക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 ആൻഡ് സ്റ്റേ വേക്കൻസി റൗണ്ടുകളാണ് ഉണ്ടാവുക. ഈ ഒരു റൗണ്ട് വഴികളാണ് നിങ്ങളെ എല്ലാ MDS സീറ്റ്സുകളും 50% MDS സീറ്റ്സുകൾ എന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, നമ്മുടെ കൗൺസിലിംഗ് പ്രോസസ്സിൻ്റെ ഒരു സമ്മറി നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ നമ്മുടെ പോർട്ടൽ വഴി mcc.nic.in എന്നുള്ള പോർട്ടൽ വഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും അടക്കേണ്ടതാണ്. രജിസ്ട്രേഷൻ ഫീസിനും സെക്യൂരിറ്റി ഡെപ്പോസിറ്റിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഓൾസോ നിങ്ങൾ ഫില്ല് ചെയ്യുക, നിങ്ങളുടെ ഫോമുകൾ ഫില്ല് ചെയ്യുക, നിങ്ങളുടെ ചോയ്സസുകൾ ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ലാസ്റ്റായിട്ട് വരുന്നത് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ നിങ്ങൾ റിസൾട്ട്സ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് നിങ്ങൾ അലോട്ടഡ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമുക്ക് റിസർവേഷൻസ്, ഓൾ ഇന്ത്യ കോട്ടയിലുള്ള റിസർവേഷൻസിൻ്റെ കാറ്റഗറി ഒന്ന് നോക്കാം. അതിൽ നോക്കുകയാണെങ്കിൽ തന്നെ SCക്ക് 15% റിസർവേഷൻസ് ഓൾ ഇന്ത്യ കോട്ടയിലുണ്ട്. STക്ക് 7.5% റിസർവേഷൻസ് ഉണ്ട്. OBC NCL നോൺ ക്രിമിനൽ ആയിട്ടുള്ള സ്റ്റുഡൻസിന് 27% ഓൾ ഇന്ത്യ കോട്ടകളിൽ റിസർവേഷൻ ഉണ്ട് എന്നുള്ളതാണ്. EWSന് 10% റിസർവേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. PWD അതായത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ റിസർവേഷൻസ് ഉള്ള ആൾക്കാർക്ക് 5% സീറ്റ്സ് ഇവർക്ക് വേണ്ടി ഓൾ ഇന്ത്യ ലെവലിൽ റിസർവ്ഡ് ആണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഡീംഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 50% സീറ്റ്സുകൾ ഫില്ല് ചെയ്യുന്നതാണ് ഓൾ ഇന്ത്യ വഴി ഡീംഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ. ഇതിൽ തന്നെ നോക്കുകയാണെങ്കിൽ കാറ്റഗറി ബേസ് ചെയ്തിട്ട് യാതൊരു റിസർവേഷൻസും ഡീംഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ഈ 50% സീറ്റുകൾക്ക് ഇല്ല എന്നുള്ളതാണ്. ഓൾസോ NRI കാൻഡിഡേറ്റിന് അവരുടെ സ്പെസിഫിക് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് എന്ത് ചെയ്യണം, NRI സീറ്റ്സിലോട്ട് അഡ്മിഷൻ എടുക്കണം എന്നുള്ളതാണ്. ചില ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ചില കാറ്റഗറിക്ക് എന്തുണ്ട്, നിങ്ങൾക്ക് റിസർവേഷൻസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഡീംഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി, നിങ്ങൾ ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന യൂണിവേഴ്സിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അന്വേഷിക്കുക, അവിടെ ഏതൊക്കെ കാറ്റഗറിക്കാണ് റിസർവേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പോകാനുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ DU, AMU, BHO ഈ 3 സ്ഥലങ്ങളിലാണ് എന്തുള്ളത്, 50% സീറ്റ്സിലോട്ട് അഡ്മിഷൻസ് നടക്കുന്നുള്ളത്. റിമൈനിങ് 50% സീറ്റ്സ് ഇൻറ്റേർണൽ കോട്ടയിലൂടെയാണ് അഡ്മിഷൻസ് നടക്കുന്നത്. ഇൻറ്റേർണൽ കോട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, BDS ഫ്രം സെയിം യൂണിവേഴ്സിറ്റി ഇൻറ്റേൺഷിപ്പും സെയിം സ്ഥലത്ത് കഴിഞ്ഞ സ്റ്റുഡൻസിനാണ് 50% സീറ്റ്സ് റിസർവ്ഡ് ആയിട്ടുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ. ബാക്കി 50% സീറ്റ്സും ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴി തന്നെയാണ് നടക്കുന്നുണ്ടാവുക. AFMC നമുക്ക് എല്ലാവർക്കും അറിയാം. AFMC ഡെഫിനറ്റ്ലി നീറ്റ് റാങ്ക് ബേസ് ചെയ്ത് AFMCൻ്റെ അണ്ടറിലുള്ള മെഡിക്കലും ഓൾസോ അവരുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവിടുത്തെ റാങ്ക് ലിസ്റ്റുകൾ അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ സ്റ്റുഡൻസിന് അവൈലബിൾ ആവുന്ന സീറ്റ്സും കാര്യങ്ങളും വരുന്നതെന്നുള്ളതാണ്. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സ്റ്റുഡൻസിന് ആവശ്യമുള്ളത് എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അലോട്ട്മെൻറ്റ് ലെറ്റർ ഫ്രം MCC, നിങ്ങൾ ഏത് കോളേജിൽ ആണോ അലോട്ടഡ് ആയിട്ടുള്ളത് അതിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നീറ്റ് MDSൻ്റെ അഡ്മിറ്റ് കാർഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ അതിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അഡ്മിറ്റ് കാർഡ് വളരെ സൂക്ഷ്മമായിട്ട് എടുത്തു വെക്കുക എന്നുള്ളതാണ്. പിന്നെ BDSൻ്റെ മാർക്ക് ഷീറ്റ്സ്, ഡിഗ്രി എല്ലാ വർഷത്തെയും മാർക്ക് ഷീറ്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. ഓൾസോ CRRIയുടെ കംപ്ലീറ്റ് റോട്ടറി ഇൻറ്റേൺഷിപ്പിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ DCIയുടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്.
വാലിഡ് ആയിട്ടുള്ള ആധാർ ആൻഡ് പാസ്പോർട്ട് നിങ്ങൾ ഏതാണോ പ്രൂഫ് അതിൽ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങളതിൽ ഫിസിക്കൽ കോപ്പി ആവശ്യമുണ്ട്. റെലവൻറ്റ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. അത് നിങ്ങൾക്ക് റിസർവേഷൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. ഓരോ സ്റ്റേറ്റ് കൗൺസിൽ അനുസരിച്ചും അല്ലെങ്കിൽ ഓരോ കോളേജ് അനുസരിച്ചും ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. സോ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ അതെല്ലാം നിങ്ങൾ റെഡിയാക്കി വെച്ച് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ലാസ്റ്റ് മിനിറ്റ് റഷൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതെല്ലാം ചെയ്യാന്നുള്ളതാണ്. സോ നിങ്ങളുടെ കയ്യിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും വളരെ ആക്റ്റീവായിട്ട് അത് കയ്യിലെടുത്ത് വെക്കുക. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യേണ്ട. സോ നമ്മുടെ കയ്യിൽ എല്ലാം റെഡി ആയിട്ടിരിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് ഫീ ഡീറ്റെയിൽസ് ആണ്. ഫീ ഡീറ്റെയിൽസ് നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് കൊടുക്കുന്ന കുട്ടികൾക്ക് അത് ഓൾ ഇന്ത്യ കോട്ടയിൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ OBC അല്ലെങ്കിൽ EWS ആയിട്ടുള്ള സ്റ്റുഡൻസിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് വരുന്നത്. 25,000 രൂപയാണ് അവരെന്ത് ചെയ്യേണ്ടത് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിന് വേണ്ടി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. ഓൾ ഇന്ത്യയിൽ SC ST OBC PWD കാറ്റഗറികൾക്ക് 500 രൂപ രജിസ്ട്രേഷൻ ഫീസും 10,000 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റുമാണ് സ്റ്റുഡൻസ് എന്ത് ചെയ്യേണ്ടത് അടക്കേണ്ടതെന്നുള്ളതാണ്. ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ എല്ലാവർക്കും ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും 5,000 രൂപ രജിസ്ട്രേഷൻ ഫീസും 2 ലക്ഷം രൂപ അവരുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ടും അവൈലബിൾ ആവുന്നു എന്നുള്ളതാണ്. സോ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് എന്തായാലും തിരിച്ചു കിട്ടും. ഓൾ ഇന്ത്യയിലെ എല്ലാ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റുകൾ തിരിച്ചു കിട്ടും. ബട്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടാത്ത കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡുകളിൽ പറയുന്നതായിരിക്കും. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഓരോ റൗണ്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസാണ്. ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്ഗ്രേഡേഷൻ റൂൾസാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 ആൻഡ് സ്റ്റേ റൗണ്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. സോ ഓരോ റൗണ്ടിലെ റൂൾസാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ റൗണ്ട് 1 and 2 എന്ന് പറയുന്നത് അപ്ഗ്രേഡേഷൻ പോസിബിൾ ആണ്. മനസ്സിലായോ? എന്നിട്ട് അതിൽ പറയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ ഫ്രീ എക്സിറ്റ് ഈസ് അലൗഡ് ഇഫ് നോട്ട് ജോയിൻഡ്. ഇഫ് ജോയിൻഡ് മസ്റ്റ് ബി റിപ്പോർട്ട് ഫിസിക്കലി ടു ഓപ്റ്റ് ഫോർ അപ്ഗ്രേഡേഷൻ. അതായത് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ ഫ്രീ എക്സിറ്റ് അലൗഡ് ആണ്. ആൻഡ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് അപ്ഗ്രേഡേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. റൗണ്ട് 2 to റൗണ്ട് 3 അപ്ഗ്രേഡേഷൻ പോസിബിൾ ആണ്. മസ്റ്റ് റിപ്പോർട്ട് ടു റൗണ്ട് 2 സീറ്റ് ആൻഡ് ഗീവ് വില്ലിംഗ്നെസ് ടു ന്യൂ രജിസ്ട്രേഷൻ ആൻഡ് ഫ്രഷ് ഫ്രീ റിക്വയർഡ്. ഓക്കെ, അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, റൗണ്ട് 2 നിങ്ങൾക്ക് അലോട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ ആ കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങൾ അപ്ഗ്രേഡേഷന് നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. ഇഫ് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിന് അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. റൗണ്ട് 3 ടു സ്റ്റേ. റൗണ്ട് 3 നിന്ന് സ്റ്റേയിലോട്ട് പോകുന്ന സമയത്ത് അപ്ഗ്രേഡേഷൻ പോസിബിൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ അവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. റൗണ്ട് 3 നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ അപ്ഗ്രേഡേഷൻ ഈസ് പോസിബിൾ എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ റൗണ്ട് 3 നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സ്റ്റേ റൗണ്ടിലും ഇതേപോലെ തന്നെ അപ്ഗ്രേഡേഷൻ പോസിബിൾ അല്ല. സ്റ്റേ റൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 സീറ്റ്സ് കിട്ടാത്ത സ്റ്റുഡൻസിന് മാത്രമാണ് സ്റ്റേ റൗണ്ടിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ ഇത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഇത് പ്യുവർലി നിങ്ങളുടെ ആവശ്യമുള്ള കോളേജുകളും ആവശ്യമുള്ള യൂണിവേഴ്സിറ്റികളും ആവശ്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റും ബേസ് ചെയ്ത് കറക്റ്റ് വെക്കുക. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഇൻ ബിറ്റ്വീൻ കേരള അലോട്ട്മെൻറ്റ്സും വരുന്നുണ്ടാവും. റൗണ്ട് 1 ഓൾ ഇന്ത്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ റൗണ്ട് 2 റൗണ്ട് 1 കേരള വരും. റൗണ്ട് 2 ഓൾ ഇന്ത്യ കഴിഞ്ഞാൽ റൗണ്ട് 2 കേരള വരും. അങ്ങനെയാണ് ഇതിനൊരു പാറ്റേൺ ഉണ്ടാവും. സോ വളരെ നല്ല രീതിയിൽ ആലോചിച്ച് നിങ്ങൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ബേസിക് കാൻഡിഡേറ്റ്സ് റൂൾസ് എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. രജിസ്ട്രേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രജിസ്ട്രേഷൻ ഓൺലി ത്രൂ MCCയുടെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഓൾസോ നിങ്ങൾ നീറ്റ് രജിസ്റ്റർ ചെയ്ത സെയിം ഇമെയിൽ ID ആൻഡ് മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓൺലി 1 രജിസ്ട്രേഷനാണ് അലൗഡ് ആവുക. മൾട്ടിപ്പിൾ എൻട്രീസ് വന്നു കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ആവുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ചോയ്സ് ഫില്ലിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ചോയ്സ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തവണ നിങ്ങൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾ ബിഫോർ ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ റാങ്കും നിങ്ങളുടെ കോളേജൊക്കെ നിങ്ങൾ ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബിഫോർ നിങ്ങൾ ഈ ചോയ്സ് ഒക്കെ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ലാസ്റ്റ് ഇയർ നിങ്ങളെ റാങ്ക് ബേസ് ചെയ്ത് ഏതൊക്കെ കോളേജിലാണ് കയറിയിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ചോയ്സ് ഫില്ല് ചെയ്യുക. വൺസ് നിങ്ങൾ ചോയ്സ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ എല്ലാ റൗണ്ടിലും പുതിയ ഫ്രഷ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ നീഡഡ് ആണ് എന്നുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ പിന്നത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് അത് ഫ്രഷ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ നീഡഡ് ആണെന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം റിപ്പോർട്ടിംഗ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഫിസിക്കലി നിങ്ങളുടെ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആയിട്ടും ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് അലോട്ടഡ് ആയ കോളേജിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. സോ അത് പ്രത്യേകം പ്ലാൻ ചെയ്യുക. ഓരോ റൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കോളേജുകൾ നിങ്ങളെ എത്രത്തോളം ദൂരം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, അതിന് മൂവ് ചെയ്യുക.
അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 days അല്ലെങ്കിൽ 5 days ഗ്യാപ്പൊക്കെ യൂഷ്വലി കൊടുക്കാറുണ്ട്. സോ ഇത് ബേസ് ചെയ്ത് നിങ്ങളുടെ യാത്രകൾ പ്ലാൻ ചെയ്യുക. ഓരോ സ്ഥലത്തോട്ടും എത്തിപ്പെടാനുള്ള വളരെ ബേസിക് ആയിട്ടുള്ള സമയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ യാത്രകൾ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ്. ഇതിനൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഗൈഡ് എന്തെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇയറിലെ റാങ്ക് ഡീറ്റെയിൽസ് നോക്കുക. അത് ബേസ് ചെയ്ത് ഏതൊക്കെ കോളേജിലാണ് അലോട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതനുസരിച്ച് നിങ്ങളുടെ ട്രാവലും ബാക്കി കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ്. ഫ്രീ എക്സിറ്റ് പോളിസി ഞാൻ നേരത്തെ പറഞ്ഞു, ഓൺലി അവൈലബിൾ ആയിട്ട് റൗണ്ട് 1 എന്നുള്ളതാണ്. ഫ്രീ ആയിട്ട് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക, അതായത് ജോയിൻ ചെയ്യാണ്ട് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക റൗണ്ട് 1 മാത്രമാണ്. പിന്നത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സീറ്റ്സ് കിട്ടി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നോ പെനാൽറ്റി, ജോയിൻ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് നോ പെനാൽറ്റി ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. നോ ഫ്രീ എക്സിറ്റ് ഇൻ റൗണ്ട് 2 ആൻഡ് റൗണ്ട് 3 എന്നുള്ളതാണ്. റൗണ്ട് 2ലും റൗണ്ട് 3ലും നോ ഫ്രീ എക്സിറ്റ് ആണ്. നിങ്ങൾ അവിടെ പോയി ഫിസിക്കലി ജോയിൻ ചെയ്യണം, എന്നിട്ട് അപ്ഗ്രേഡേഷൻ കൊടുക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എപ്പോഴാണ് ലോസ് ആവുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഒരു സിനാരിയോ വരാണെങ്കിൽ, നിങ്ങൾ ഒരു ജോയിൻ ചെയ്ത നിങ്ങൾക്ക് അലോട്ടഡ് ആയിട്ടുള്ള ഒരു കോളേജിൽ റൗണ്ട് 2ലും റൗണ്ട് 3ലും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഫോർഫിറ്റഡ് ആയി പോകും എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ജോയിനിങ് റൗണ്ട് 3 ദെൻ ട്രൈങ് ടു റിസൈൻ, നിങ്ങൾ ജോയിനിങ് റൗണ്ട് 3 ചെയ്തു പിന്നെ റിസൈൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാവും, നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ലോക്കായി പോകുന്നതായിരിക്കും. ജോയിനിങ് എനി സ്റ്റേ റൗണ്ട് സീറ്റ് ആൻഡ് നോട്ട് റിപ്പോർട്ടിങ്, നിങ്ങൾ സ്റ്റേ റൗണ്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് റിപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താവും, നിങ്ങൾക്ക് 1 year DBAR സംഭവിക്കുന്നത്. അതായത് സ്റ്റേ റൗണ്ടിൽ നിങ്ങൾ അഡ്മിഷൻ കിട്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നീറ്റ് MDSൻ്റെ ഈ ഒരു ഇതിൽ നിന്ന് 1 year നിങ്ങൾ എന്താവും DBAR ആവുന്നതായിരിക്കും. ഗിവിങ് റോങ് ഇൻഫർമേഷൻ ടു ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ നിങ്ങൾ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഇൻഫർമേഷൻസ് പ്രോപ്പറാണെന്ന് നോക്കുക. നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്താവും, ഫെയിലിയർ ആകുമ്പോഴുള്ള കാര്യങ്ങളുണ്ട്. സോ ഇത്രയും കാര്യങ്ങളിലാണ് നിങ്ങളെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മിസ്സായി പോകാനുള്ള ചാൻസസ് ഉള്ളത്. യൂഷ്വലി ബാക്കി എല്ലാ സാഹചര്യങ്ങളിലും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എല്ലാ റൗണ്ട് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് ആവുന്നതായിരിക്കും. ഫൈനലായിട്ട് നമുക്ക് പറയാനുള്ളത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ റൗണ്ട് അലോട്ട്മെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓൾസോ നമ്മുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എങ്ങനെയാണ് നമുക്ക് നഷ്ടപ്പെടുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. കീ ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഇതിന് ഓഫ്ലൈൻ അഡ്മിഷൻ പ്രൊസീജിയർ ഇല്ല എന്നുള്ളതാണ്. ഓൺലൈൻ ത്രൂ തന്നെയാണ് അഡ്മിഷൻസ് നടക്കുന്നത്. സോ ദർ ഇസ് നോ ഓഫ്ലൈൻ അഡ്മിഷൻ ഓർ രജിസ്ട്രേഷൻ എന്നുള്ളതാണ്. ഓരോ റൗണ്ടിനും ഓരോ തരത്തിലുള്ള റൂൾസ് ആണുള്ളത്. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 എന്നുള്ളത്. സോ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓരോ റൗണ്ടിനും ഫ്രഷ് ആയിട്ടുള്ള രജിസ്ട്രേഷനും ആവശ്യമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് റീഫണ്ട് എല്ലാ റൗണ്ട് അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓൾസോ നിങ്ങൾ റൗണ്ട് 2ൽ നിന്നും സീറ്റ്സ് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി, അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി നിങ്ങൾ സീറ്റ്സ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഡ്രോപ്പ് ആവാൻ അല്ലെങ്കിൽ ഫെയിലിയർ ആവാൻ അല്ലെങ്കിൽ അത് റീഫണ്ട് ആവാണ്ടിരിക്കാനുള്ള സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും കീ ആയിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞ് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ സൈറ്റ്സ് MCC എന്നുള്ള സൈറ്റ്സ് എപ്പോഴും വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓൾസോ നിങ്ങൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള ഏജൻസീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം നോക്കുക. ഈ പറഞ്ഞ പോലെ ഓഫ്ലൈൻ ആയിട്ടുള്ള അഡ്മിഷൻസ് ഒന്നും ഇല്ല, എല്ലാം ഓൺലൈൻ വഴിയാണ് നോക്കുക. അപ്പോൾ സോ നിങ്ങളുടെ ലാസ്റ്റ് ഇയർ റാങ്കുകളും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യുക. അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻസ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഓൾസോ നിങ്ങൾ കോളേജസിൻ്റെ കാര്യങ്ങൾ വിസിറ്റ് ചെയ്യുക, അവിടുത്തെ ബോണ്ടുകൾ, അവിടുത്തെ SRഷിപ്പുകൾ, സോ അവിടുത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അഡ്മിഷൻസ് എടുക്കുക എന്നുള്ളതാണ്. സോ ഫൈനലായിട്ട് പറയാനുള്ളത്, നിങ്ങൾ എല്ലാ കാര്യത്തിൻ്റെയും സ്ക്രീൻഷോട്ട്സുകളും PDF-കളും അലോട്ട്മെൻറ്റിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എടുത്തു വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫൈനലായിട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നീറ്റ് MDS അലോട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടും കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ആ റൗണ്ട് 1, 2, 3 എന്നുള്ള കാര്യം, പിന്നെ ഏതൊക്കെ സമയത്താണ് നിങ്ങൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മിസ്സാവുക പോവുക എന്നുള്ളതും, ഓൾസോ നിങ്ങൾ ട്രാവലിംഗ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളുമാണ്. സോ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ലാസ്റ്റ് ഇയറിൻ്റെ റാങ്കുകൾ അനലൈസ് ചെയ്യുക. ഓരോ കോളേജിലും നിങ്ങളെ റാങ്ക് ബേസ് എത്രത്തോളം കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ആ ഒരു രീതിയിൽ തന്നെ ആവും ഇത്തവണയും പോകുന്നുണ്ടാവുക. ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുക. സോ അതനുസരിച്ച് ആ കോളേജുകളിലെല്ലാം നിങ്ങളുടെ സീനിയേഴ്സുമായിട്ടും ജൂനിയേഴ്സുമായിട്ടും ഒക്കെ ഡിസ്കസ് ചെയ്ത് അവിടുത്തെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. MDS എന്നുള്ളത് നമുക്ക് ലൈഫ് ലോങ് കീപ്പ് ചെയ്യാനുള്ള ഒരു ബാഡ്ജാണ്. സോ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റും നിങ്ങളുടെ കോളേജൊക്കെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്.